അൽ വഹദത്തു സാനിയ 9ാം ക്ലാസ്സിലെ 2ാമത്തെ യൂണിറ്റ്. ഖത്തറത്തുൽ ഹയാത്തി, ജീവിതത്തിൻ്റെ തുള്ളി. ഇതാണ് യൂണിറ്റിൻ്റെ പേര്. ഇതിൽ 3 പാഠങ്ങളുണ്ട്. ഒന്നാമത്തേത് നുജൂമുൻ സർഖാഉ തത്ലുഉ, നീല നക്ഷത്രങ്ങൾ ഉദിക്കുന്നു എന്നൊരു കഥയാണ്. ഖിസ്സ മുമയ്യസ, ഒരു സവിശേഷമായ കഥ. ഈ യൂണിറ്റ് ജലസംരക്ഷണത്തിനെ കുറിച്ചാണ്. ഒന്നാമത്തെ പാഠം നുജൂമുൻ സർഖാഉ തത്ലുഉ, നീല നക്ഷത്രങ്ങൾ ഉദിക്കുന്നു. കാന അഹ്ലു തിൽക്കൽ ഖറിയത്തി യുആനൂന മിൻ ഖില്ലത്തിൽ മാഇ, ആ ഗ്രാമത്തിലെ ആളുകൾ ജലദൗർലഭ്യത്താൽ പ്രയാസപ്പെടുകയായിരുന്നു. കാന അഹ്ലു തിൽക്കൽ ഖറിയത്തി, ആ ഗ്രാമത്തിലെ ആളുകൾ യുആനൂന, കാന യുആനൂന, പ്രയാസപ്പെടുകയായിരുന്നു, ബുദ്ധിമുട്ടുകയായിരുന്നു. മിൻ ഖില്ലത്തിൽ മാഇ, വെള്ളത്തിൻ്റെ ദൗർലഭ്യത്താൽ, വെള്ളത്തിൻ്റെ കുറവിനാൽ. ആവശ്യത്തിന് വെള്ളം ആ ഗ്രാമത്തിലില്ല. ഫജ്തമഅ ബഅദു ഔലാദിൽ ഖറിയത്തി ഫി ബൈത്തി മുഅല്ലിമിഹിം, അങ്ങനെ അവിടെയുള്ള ചില വിദ്യാർത്ഥികൾ അവരുടെ അധ്യാപകൻ്റെ വീട്ടിൽ ഒരുമിച്ചുകൂടി. ഫജ്തമഅ, ഒരുമിച്ചുകൂടി. ബഅദു ഔലാദിൽ ഖറിയത്തി, ആ ഗ്രാമത്തിലെ ചില കുട്ടികൾ. ഫി ബൈത്തി മുഅല്ലിമിഹിം, തങ്ങളുടെ അധ്യാപകൻ്റെ വീട്ടിൽ. വഖററു തശ്കീല ഫിർഖത്തിൻ ലിൽ ഹിഫാദി അലൽ മിയാഹി, വെള്ളം സംരക്ഷിക്കാൻ വേണ്ടി ഒരു ടീം ക്രിയേറ്റ് ചെയ്യാൻ അവർ തീരുമാനിച്ചു. വഖററു, അവർ തീരുമാനിച്ചു. തശ്കീല ഫിർഖത്തിൻ, ഫിർഖത്ത് ടീം, ഗ്രൂപ്പ്, ഒരു ഗ്രൂപ്പ് തശ്കീൽ ചെയ്യാൻ, ഉണ്ടാക്കാൻ അവർ തീരുമാനിച്ചു. എന്തിനു വേണ്ടി? ലിൽ ഹിഫാദി അലൽ മിയാഹി, വെള്ളം സംരക്ഷിക്കാൻ വേണ്ടി, ജലസംരക്ഷണത്തിനായി ഒരു ടീം ഉണ്ടാക്കാൻ അവർ തീരുമാനിച്ചു. വസമ്മൗ അന്നാദിയ, ആ ക്ലബിന് അവർ പേര് നൽകി. അന്നാദി മീൻസ് ക്ലബ്ബ്, ആ ഗ്രൂപ്പ് അല്ലേ. അതിനവർ സമ്മൗ, പേര് നൽകി. എന്താണ് പേര് നൽകിയത്? നുജൂമുൻ സർഖാ, നീല നക്ഷത്രങ്ങൾ. അതാണ് നുജൂമുൻ സർഖാ, അവരുടെ ആ ടീമിൻ്റെ പേരാണ്. വെള്ളത്തിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന കളർ നീലയാണ്, അതുകൊണ്ടാണ് നുജൂമുൻ സർഖാ എന്ന് പേര് നൽകിയത്. ഖത്തത്തു ലിൽ ഖിയാമി ബിനശാതാത്തിൻ മുതനവ്വിഅത്തിൻ ലിഹിമായത്തിൽ മാഇ, വെള്ളം സംരക്ഷിക്കാൻ വേണ്ടി വിവിധ ആക്ടിവിറ്റീസ് ചെയ്യാൻ അവർ പ്ലാൻ ചെയ്തു. ഖത്തത്തു, അവർ പ്ലാൻ ചെയ്തു. ലിൽ ഖിയാമി ബിനശാതാത്തിൻ, ആക്ടിവിറ്റീസ്, പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തു. മുതനവ്വിഅ, വിവിധങ്ങളായ പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാം എന്നവർ തീരുമാനിച്ചു. ലിഹിമായത്തിൽ മായി, വെള്ളം സംരക്ഷിക്കാൻ വേണ്ടി. കാനത്തി ഹാദിഹിൽ ഖുതതു ബിദായത താരീഖിൻ ജദീദിൻ ലിൽ ഖറിയത്തി, ഈ പ്ലാൻ അവരുടെ ഗ്രാമത്തിന് പുതിയൊരു ചരിത്രം തുടങ്ങുകയായിരുന്നു. പുതിയൊരു ചരിത്രത്തിൻ്റെ തുടക്കമായിരുന്നു അവരുടെ ഈ പ്ലാൻ. കാനത്ത് ഹാദിഹിൽ ഖുതതു, അവരുടെ പ്ലാൻസ്. ബിദായത്ത താരീഖിൻ ജദീദിൻ, പുതിയ ചരിത്രത്തിൻ്റെ ഒരു തുടക്കമായിരുന്നു. ലിൽ ഖറിയത്തി, ആ ഗ്രാമത്തിന്. അങ്ങനെ ഖത്തത്തു ലിൽ ഖിയാമി ബിനശാതാത്തിൻ മുതനവ്വിഅത്തിൻ, വിവിധ പ്രവർത്തനങ്ങൾ അവർ പ്ലാൻ ചെയ്തു. ഖത്തത, പ്ലാൻ ചെയ്തു. ലിൽ ഹിഫാദി അലൽ മിയാഹി, വെള്ളം സംരക്ഷിക്കാൻ വേണ്ടി. ഫി ഖറിയത്തിഹിം, തങ്ങളുടെ നാട്ടിൽ. നതഖയ്യലു നശാതാത്ത്, അവർ പ്ലാൻ ചെയ്ത പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് സങ്കല്പിച്ചു നോക്കാം. ലാ നുളിഉ ഖത്രത മാഇൻ, ഒരു തുള്ളി ജലം പോലും പാഴാക്കരുത്. ഇവിടെ ഒരു പോസ്റ്റർ ഒട്ടിക്കുന്നുണ്ട് അല്ലേ. അവർ ചെയ്യാൻ പോകുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്നിവിടെ എഴുതണം. ഒന്നിവിടെ കൊടുത്തിട്ടുണ്ട്. യുഅദ്ദൂനൽ മുൽസഖാത്ത്, അവർ പോസ്റ്ററുകൾ തയ്യാറാക്കുന്നു. പോസ്റ്ററുകൾ ഇതേപോലെ നാട്ടിൽ ഒട്ടിക്കുക, അങ്ങനെ ആളുകൾക്ക് ബോധ്യം വരും. പിന്നെ എന്തൊക്കെ ചെയ്യാം? യഖൂമൂന ബിത്തൗഇയത്തി, ബോധവൽക്കരണം നടത്തും. യഗ്ലിഖൂന സ്വനാബീർ, ടാപ്പുകൾ പൂട്ടിവെക്കും, വെള്ളം പാഴാക്കുകയില്ല. യഹ്തഫിലൂന ബി മിയാഹിൽ മത്രിഫിൽ അർളി, മഴവെള്ളം അവരുടെ ഭൂമിയിൽ സംരക്ഷിക്കും. മഴവെള്ളം ഒഴുകിപ്പോകാൻ സമ്മതിക്കാതെ ഭൂമിയിൽ അവിടെ സംരക്ഷിച്ച് നിർത്തും. അങ്ങനെ ആ ഭൂമി അത് കുടിച്ചാൽ അവരുടെ കിണറുകളിലും മറ്റും വെള്ളം ഉണ്ടാവും. പിന്നെ യുനല്ലിഫൂന മവാരിദൽ മിയാഹി, ജലസ്രോതസ്സുകൾ വൃത്തിയാക്കും. കിണർ, പുഴ പോലുള്ള ജലസ്രോതസ്സുകളെ ക്ലീനാക്കും. യംനഊന തൽവീസ് അൽബിയത്തി, പരിസ്ഥിതി മലിനീകരിക്കപ്പെടുന്നത് തടയും. അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ അവർ ചെയ്യും എന്ന് നമുക്ക് എഴുതാം. അതിവിടെ എഴുതുക. പിന്നെ
മഅ മുറൂരിൽ അയ്യാമി, ദിവസങ്ങൾ പോകവേ, അസ്ബഹൻ നാദി നുജൂമു സർക്ക മിസാലൻ ഫിത്തൗയത്തി, നുജൂമു സർക്ക എന്ന ആ ക്ലബ്ബ് ബോധവൽക്കരണത്തിന് ഒരു മാതൃകയായി തീർന്നു. അസ്ബഹ മിസാലൻ, ഒരു മാതൃകയായി, ഫിത്തൗയത്തി, ബോധവൽക്കരണത്തിൽ, അവബോധം നടത്തുന്നതിൽ. വദാലിക്ക, അത് എങ്ങനെയാണ് മിസാലായതവർ, ബി തഖ്നിയത്തിൻ ജദീദത്തിൻ, നൂതനമായ ടെക്നോളജി കാരണം, നൂതനമായ മീൻസ് പുതിയ ടെക്നോളജിയിലൂടെ, ഫി മജാലി സിറാഅത്തി, കൃഷി രംഗത്ത്, കാർഷിക രംഗത്ത് പുതിയ ടെക്നോളജി കൊണ്ടുവരുന്നതിലൂടെ. പിന്നെയോ വൽ ഹിഫാദി അല മവാരിദിൽ മിയാഹി, ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുന്നതിലൂടെയും അവർ ഒരു മാതൃകയായി തീർന്നു. എന്ന് വെച്ചാൽ പുതിയ കൃഷി രീതികളൊക്കെ അവർ നാട്ടിൽ പരീക്ഷിച്ചു വിജയിച്ചു. അതേപോലെ ജലസ്രോതസ്സുകളെയൊക്കെ അവർ സംരക്ഷിച്ചു നിർത്തി. എന്തൊക്കെ ജലസ്രോതസ്സുകളാണ് അവർ സംരക്ഷിച്ചത്? മിഥലൽ ആബാർ, കിണറുകൾ പോലെ, വൽ അൻഹാർ, പുഴകൾ, വൽ ജദാവിലു, അരുവികൾ, വൽ ബിറക്, കുളങ്ങൾ, ബിർക്കത്ത് ജമ ബിറക്, വൽ ഉയൂൻ, അരുവികൾ, വൽ ബിഹാർ, കടൽ, വഗൈരിഹ, അതേപോലുള്ള ജലസ്രോതസ്സുകളൊക്കെ അവർ സംരക്ഷിച്ചു, വൃത്തിയാക്കി വെച്ചു. ഇഅ്തറഫൽ ആലമു ബി ഹാദിഹി നശാത്താത്തിൽ മിസാലിയത്തി ലിന്നാദി നുജൂമി സർക്ക, നുജൂം സർക്ക ക്ലബിൻ്റെ ഈ പ്രവർത്തനങ്ങളെയൊക്കെ ലോകം അംഗീകരിച്ചു. ഇഅ്തറഫ. ഫഇന്നൽ മുശാറകത ഫിൽ ഹിഫാദി അലൽ മിയാഹി വൽ ബിഅത്തി, പ്രകൃതിയും ജലവും സംരക്ഷിക്കുന്നതിൽ പങ്കുചേരൽ, മസ്ഊലിയത്തുന, നമ്മുടെ ഉത്തരവാദിത്തമാണ്, ലിസ്വാലിഹിൽ അജിയാലിൽ ഖാദിമത്തി, വരുന്ന തലമുറയ്ക്ക് വേണ്ടിയുള്ള, വരുന്ന തലമുറയുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള നമ്മുടെ ഉത്തരവാദിത്തമാണ്. എന്ത്? ജലസംരക്ഷണത്തിലും പ്രകൃതി സംരക്ഷണത്തിലുമൊക്കെ പങ്കുചേരൽ. ഓക്കെ, അതാണ് കഥ. ഇനി നുലാഹുൽ സൂറത്ത, നമുക്ക് ഈ ചിത്രം നിരീക്ഷിക്കാം. വനുഇദ്ദുൽ മുൽസഖാത്തിൽ മുമാസില, എന്നിട്ട് സമാനമായ പോസ്റ്ററുകൾ തയ്യാറാക്കാം. ബി മുനാസബത്തി ഹംലത്തിൽ ഹിഫാദി അലൽ മിയാഹ്, ജല സംരക്ഷണ യജ്ഞവുമായി ബന്ധപ്പെട്ട് പോസ്റ്ററുകൾ തയ്യാറാക്കാം. അതായത് ഇവിടെ എഴുതിയത് കാണാം അല്ലേ, ഇതേപോലെ പോസ്റ്ററുകൾ തയ്യാറാക്കാം. അൽ മാഉ സമീനുൻ ലാ നുളിഉ വലൗ ഖത്രതൻ, വെള്ളം അമൂല്യമാണ്, ലാ നുളിഉ, അത് നമ്മൾ പാഴാക്കരുത്, ഒരു തുള്ളി പോലും, വലൗ ഖത്ര, വെള്ളം പാഴാക്കരുത്. ഓക്കെ. ഇനി നഖൂമു നാദി അൽ ബിഅത്തി ഫി മദ്രസത്തിന, നമ്മുടെ സ്കൂളിലെ പരിസ്ഥിതി ക്ലബ്ബ് യഖൂമു ബി ഇഹ്സാഇയത്തിൻ, ഒരു സർവേ നടത്തുകയാണ്. ഇഹ്സാഇയത്ത് മീൻസ് സർവേ. അനിൽ ഹിഫാദി അല മവാരിദിൽ മിയാഹി, ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു സർവേ. ഫനുഇദ്ദു ജദ്വലൻ, നമുക്ക് ലിസ്റ്റ് തയ്യാറാക്കാം. ലി മവാരിദിൽ മിയാഹി, ജലസ്രോതസ്സുകളുടെ ലിസ്റ്റ് തയ്യാറാക്കാം. അൽ മുഖ്തലിഫത്തി, വിവിധ ജലസ്രോതസ്സുകളുടെ, ഫി ഖറിയത്തിന, നമ്മുടെ ഗ്രാമത്തിലുള്ള. എന്തൊക്കെയാണ് ജലസ്രോതസ്സുകൾ എന്നിവിടെ എഴുതാം. ഇസ്മുൽ മദ്രസ ഇവിടെ എഴുതുക, ഇസ്മുൽ ഖറിയത്ത് ഇവിടെ എഴുതുക, പിന്നെ നമ്പർ ഇട്ടുകൊണ്ട് ജലസ്രോതസ്സുകളുടെ പേര് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഒന്ന് അൽ ബിർ, രണ്ടാമത് അൽ ബിർക്കത്ത് എന്നെഴുതാം, കുളം, പിന്നെ അൽ ജദ്വൽ, അരുവി, അൻ നെഹർ, പുഴ, അൽ ബുഹൈറത്ത്, തടാകം. ഇതിലെന്താണുള്ളത്? ഈ നാട്ടിൽ എത്ര കിണറുണ്ട് അല്ലേ, അതത്, എണ്ണം. ബിർ 2000 ഉണ്ട്, പിന്നെ ബിർക്കത്ത് എത്രയുണ്ട് എന്നിവിടെ എഴുതുക, ഓരോന്നിൻ്റെയും എണ്ണം എഴുതുക. ഓക്കെ. ഇനി നുഅദ്ദു മുദക്കിറത്തൻ അൻ അഹമിയത്തിൽ മാഇ, വെള്ളത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊരു മുദക്കിറത്ത്, ഒരു കുറിപ്പ് തയ്യാറാക്കാം. വസ്തിഹിലാക്കിഹി, അതിൻ്റെ ഉപഭോഗത്തെക്കുറിച്ചും, വെള്ളത്തിൻ്റെ ഉപയോഗത്തെക്കുറിച്ചും പ്രാധാന്യത്തെക്കുറിച്ചും. ബിസ്യാനത്തി നിഖാത്ത് ആത്തിയ, താഴെയുള്ള പോയിന്റുകളുടെ സഹായത്തോടെ. എന്തൊക്കെയാണ് പോയിന്റുകൾ? അസാസുൽ ഹയാത്തി, ജീവിതത്തിൻ്റെ അടിസ്ഥാനം. ലറൂരിയുൻ, ആവശ്യമാണ്, അത്യാവശ്യമാണ്. നബാത്താത്ത്, സസ്യങ്ങൾ. ഹൈവാനാത്ത്, മൃഗങ്ങൾ. ഹിമായത്തുൽ ബിഅത്ത്, പരിസ്ഥിതി സംരക്ഷണം. അൽ ഹിഫാൽ, സംരക്ഷിക്കൽ. നഖിയുൻ, ശുദ്ധമായ. അൽ മവാരിദ്, സോഴ്സസ്, ഉറവിടങ്ങൾ. തബുഹുൽ അത്ഇമത്ത്, ഭക്ഷണം പാകം ചെയ്യൽ. സിഹത്തുൽ ജിസ്ം, ശാരീരിക ആരോഗ്യം. ഖില്ലത്തുൽ മാ, ജലത്തിൻ്റെ കുറവ്. ഇതൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ഒരു കുറിപ്പ് തയ്യാറാക്കാം വെള്ളത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് എന്ന് നോക്കാം. അൽ മാഉ ഉൻസുറുൻ അസാസിയുൻ ലിൽ ഹയാത്തി, വെള്ളം ജീവിതത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ്. വഹുവ ലറൂരിയുൻ ലിക്കുല്ലി കാഇനിൻ ഹയ്യിൻ അലാ വജിഹിൽ അർളി,
ഭൂമുഖത്തുള്ള എല്ലാ ജീവനുള്ള വസ്തുക്കൾക്കും അത് അത്യാവശ്യമാണ്. വഹോ ലറൂരിയുൻ, അത് അത്യാവശ്യമാണ്. ലിക്കുല്ലി കാഇനിൻ ഹയ്യിൻ, എല്ലാ ജീവനുള്ള വസ്തുക്കൾക്കും. അലവജിഹിലർലി, ഭൂമുഖത്തുള്ള. മിസലൽ ഇൻസാൻ, മനുഷ്യനെ പോലെ. വൽ ഹയവാനാത്തി വന്നബാത്താത്തി, ചെടികളെയും സസ്യങ്ങളെയും മൃഗങ്ങളെയും മറ്റ് ജീവജാലങ്ങളെയും ഒക്കെ പോലെ എല്ലാ ജീവനുള്ളവയ്ക്കും വെള്ളം കൂടിയേ തീരൂ. വബിൻ നിസ്ബത്തിലിൽ ഇൻസാനി, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ലാ യുംകിനു ഫിഅല അയ്യി ഷൈഇൻ, ഒരു കാര്യവും ചെയ്യാൻ കഴിയുകയില്ല ബിദൂനിൽ മായി, വെള്ളമില്ലാതെ. ബിൽ ഇലാഫത്തി ഇല ഷുർബി, കുടിക്കുന്നതിന് പുറമെ. യഹ്താജുൽ ഇൻസാനു, മനുഷ്യന് ആവശ്യമാണ്. ഇലൽ മായി, വെള്ളം ആവശ്യമാണ്. എന്തിനൊക്കെ? ലിത്വബ്ഖിൽ അത്ഇമത്തി, ഭക്ഷണം പാകം ചെയ്യാനും. വലിൽ ഗുസ്ലി, കുളിക്കാനും. വഗസ്ലിൽ മലാബിസ്, വസ്ത്രങ്ങൾ കഴുകാനും. തൻലീഫ്, വൃത്തിയാക്കാനും. എന്ത് വൃത്തിയാക്കാനും വെള്ളമാണോ അല്ലേ? ബിനാ ഇൽ മബാനി, കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ. ഗൈരിഹ, അതേപോലുള്ള എല്ലാ കാര്യങ്ങൾക്കും വെള്ളം ആവശ്യമാണ് മനുഷ്യന്. മറ്റുള്ള ജീവജാലങ്ങൾക്കാണെങ്കിൽ കുടിക്കാൻ മാത്രമാണ് വെള്ളം, മനുഷ്യന് അതുപോലെ. വമിൻ അജ്ലി സിഹത്തിന അൽ ജിസ്മിയത്തി, നമ്മുടെ ശാരീരിക ആരോഗ്യത്തിന് വേണ്ടി. യജിബു അലൈന, നമുക്ക് നിർബന്ധമാണ്. അൻ നസ്തഖ്ദിമൽ മാ അൻ നഖിയ ഫഖത്ത്, ശുദ്ധമായ വെള്ളം മാത്രം ഉപയോഗിക്കൽ നിർബന്ധമാണ്. ലിഷുർബി, കുടിക്കാൻ വേണ്ടിയും. ഫഇഅദാദി ത്വഅമി, ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടിയും. ഫഅലൈന അൽ ഹിഫാദു അലാ മവാരിദിൽ മിയാഹി, അതുകൊണ്ട് വെള്ള ഉറവിടങ്ങളെ സംരക്ഷിക്കൽ നമ്മുടെ മേൽ നിർബന്ധമാണ്. മിന തലവസ്, മലിനീകരണത്തിൽ നിന്നും. വമിൻ വാജിബിന, നമ്മുടെ കടമയാണ്. ഹിമായത്തുൽ ബിഅത്തി, പരിസ്ഥിതി സംരക്ഷിക്കൽ. ലിമാൻ ഇ ഖില്ലത്തിൽ മായി, വെള്ളത്തിൻ്റെ കുറവ് തടയാൻ വേണ്ടി. വാലൈന അത്തൗഇയത്തുൽ മുസ്തമിറത്തു, നമ്മൾ നിരന്തരമായി അവബോധം നടത്തണം മറ്റുള്ളവരെ. ഹൗല അഹമിയത്തിൽ മായി വൽ ഹിഫാദി അലൈഹി, ജലത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അത് സംരക്ഷിക്കേണ്ട പ്രാധാന്യത്തെക്കുറിച്ചും നമ്മൾ അവബോധം നടത്തിക്കൊണ്ടേയിരിക്കണം. ഇങ്ങനെ ഒരു കുറിപ്പ് തയ്യാറാക്കാം. ഇനി നഅഖിദു മുസാബഖത്തുൽ ഇഖ്തിബാരി, നമുക്കൊരു ചോദ്യോത്തര മത്സരം, ഒരു ക്വിസ് മത്സരം തയ്യാറാക്കാം. ഫി മദ്രസത്തിന്, നമ്മുടെ സ്കൂളിൽ ഒരു ക്വിസ് മത്സരം കണ്ടക്ട് ചെയ്യാം, നടത്താം. ബിമുനാസബത്തി യൗമിൽ മിയാഹി, ജലദിനവുമായി ബന്ധപ്പെട്ട് അനുബന്ധിച്ച്. നുഅദ്ദുലഹ അസ്ഇലതൻ, അതിനുവേണ്ടി കുറച്ച് ചോദ്യങ്ങൾ തയ്യാറാക്കാം. 2 ചോദ്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കം നെഹറം ഫി വിലായത്ത് കേരള, കേരളത്തിൽ എത്ര പുഴകളുണ്ട്? മതാ നഹ്തഫിലു ബിൽ യൗമിൽ ആലമി ലിൽ ബിഅ, എപ്പോഴാണ് നമ്മൾ ലോക പരിസ്ഥിതി ദിനം ആഘോഷിക്കുന്നത്? അതേപോലെ ഒരു 8 ചോദ്യങ്ങൾ, ഒരു 6 ചോദ്യങ്ങൾ കൂടെ നമ്മൾ കണ്ടെത്തണം. എന്തൊക്കെ ചോദ്യങ്ങൾ തയ്യാറാക്കാമെന്ന് നോക്കാം. കം ലിത്രൻ മിനൽ മായി യജിബു അലൈന അൻ നശ്റബ യൗമിയൻ, ദിനേനെ എത്ര ലിറ്റർ വെള്ളം നമ്മൾ കുടിക്കണം? അടുത്തത്, മാഹുവ അത്വലു നഹരിൻ ഫിൽ ആലം, ലോകത്തെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? മൂന്നാമത്തത്, മാഹുവ അക്ബറു നഹരിൻ ഫിൽ ആലമി, ലോകത്തെ ഏറ്റവും വലിയ നദി ഏതാണ്? മിൻ ഹൈസു ഹജ്മി തദഫുഖ്, ഒഴുക്കിൻ്റെ വ്യാപ്തി പരിഗണിച്ചുകൊണ്ട്, അതായത് ഏറ്റവും കൂടുതൽ ജലം ഉൾക്കൊള്ളുന്ന നദി ഏതാണ്? അത് ആമസോൺ നദിയാണ് അല്ലേ. ഏറ്റവും നീളം കൂടിയ നദി നൈൽ നദിയാണ്. ഓക്കെ. മാഹുവ തഅ്സീറു റഈസി ലിത്തലവ്വുസിൽ മായി, ജലമലിനീകരണം കൊണ്ടുള്ള പ്രധാനപ്പെട്ട പ്രത്യാഘാതം എന്താണ്? അലൽ ഹയാത്തിൽ ബഹരിയ, സമുദ്രജീവികൾക്ക് ഓക്സിജൻ്റെ കുറവ് സംഭവിക്കുമെന്നുള്ളതാണ്. മാഹുവൽ ലൗനുല്ലദീ യുറമ്മിസുൽ യൗമിൽ മിയാഹിൽ ആലമി, ലോക ജലദിനത്തിൻ്റെ പ്രതീകമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട നിറം ഏതാണ്? നീല നിറമാണ്. മാഹുവ അൻകാമ ഇൻഫി തൊബിയ, പ്രകൃതിയിലെ ഏറ്റവും ശുദ്ധമായ ജലം ഏതാണ്? അതേതാണ്? മാ ഉൽ മൊത്തർ, മഴവെള്ളമാണല്ലേ. ഇതേപോലെയുള്ള ഏതെങ്കിലും ചോദ്യങ്ങൾ തയ്യാറാക്കി ഇവിടെ എഴുതുക. പിന്നെ നുലാഹലു സൂറത്ത വ തഅലീഖ്, ചിത്രവും അതിനടിയിലുള്ള തഅലീഖ് കമൻറ്റും നിരീക്ഷിക്കാം. വനഉദ്ദു തഅലീഖാത്തിനുഹ്റ, എന്നിട്ട് മറ്റു തഅലീഖാത്തുകൾ അതിന് തയ്യാറാക്കാം. ഈ ചിത്രം നോക്കി അതിൻ്റെ അടിക്കുറിപ്പ് നോക്കാം. മതാ തർഹമുസമാ, എപ്പോഴാണ് ആകാശം കനിയുക എന്ന് ആണ് ഇവിടെ അടിക്കുറിപ്പ് കൊടുത്തിരിക്കുന്നത്. കുറേ ആളുകൾ വെള്ളത്തിന് വേണ്ടി ക്യൂ നിൽക്കുകയാണല്ലേ, വെള്ളമില്ലാത്തത് കൊണ്ട്. അങ്ങനെ ആകാശം കനിഞ്ഞാൽ, അതായത് മഴ പെയ്താൽ മാത്രമേ വെള്ളം കിട്ടൂ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു അടിക്കുറിപ്പ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ ഒരു അടിക്കുറിപ്പ് നമുക്ക് ഇവിടെ എഴുതാം. ഫിൻതിലാരി റഹ്മ എന്നെഴുതാം, കാരുണ്യവും കാത്ത്. അങ്ങനെ ഏതെങ്കിലും ഒരു അടിക്കുറിപ്പ് എഴുതുക. ഓക്കെ. നുഅദ്ദു ഖിസ്വത്തൻ അൻ നഹരി ഭാരത, ഭാരതപ്പുഴയെക്കുറിച്ചൊരു കഥ എഴുതാം.
ബി മുസാദത്തി അന്യക്കാത്തിലാത്തിയ താഴെയുള്ള പോയിന്റുകളുടെ സഹായത്തോടെ. യജിരി സഞ്ചരിക്കുന്നു, ഒഴുകുന്നു. മാഉൻ ഗസീറുൻ ധാരാളം ജലം. അത്തുയൂർ പക്ഷികൾ. അൽ ഹൈവാനാത്ത് മൃഗങ്ങൾ. അൽ അഷ്ജാർ മരങ്ങൾ. യുർവി പറയുന്നു. നുഫായാത്ത് മാലിന്യങ്ങൾ. ഫസ്ലു സൈഫ് ഉഷ്ണകാലം. മൗസിമുൽ മത്തർ മഴക്കാലം. മുലവ്വസ മലിനീകരിക്കപ്പെട്ടത്. ഈ പോയിന്റുകളൊക്കെ വെച്ചുകൊണ്ട് ഒരു കഥ നിങ്ങൾ തയ്യാറാക്കുക.